നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതോടെ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഇടുക്കി ഉൾപ്പെടെ 3 ജില്ലകളിൽ റെഡ് അലർട്ട്. പ്രവചിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത. പനി ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച 10 വയസ്സുകാരി മരിച്ചു. മരിച്ചത് ഏലപ്പാറ പശുപ്പാറ പുളിങ്കട്ട സ്വദേശി അതുല്യ ജഗദീഷ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ ജില്ലാ കളക്ടറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയുമായ ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ക്രമീകരണങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കളക്ടറുടെ നിർദ്ദേശം. കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും മൂന്നാറിലെ ജനവാസ മേഖലയിൽ. പടയപ്പയുള്ളത് മൂന്നാർ നല്ലതണ്ണി മേഖലയിൽ. കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്തും പടയപ്പ ചുറ്റിത്തിരിയുന്നു. വിശദമായ വാർത്തകൾ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതോടെ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഇടുക്കി ഉൾപ്പെടെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇടുക്കിക്ക് പുറമെ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാലവർഷം മെയ് 31 കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചാൽ അതിതീവ്ര മഴയായി കണക്കാക്കും. ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 24 മണിക്കൂറിൽ 110 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അതിശക്ത മഴയായി കണക്കാക്കും. 21-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിലും 22-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഇടുക്കിയിൽ 2 ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്കായി ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ടൂറിസം വകുപ്പ്, DTPC എന്നിവർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. മഴ മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുകയും ചെയ്യും. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മഴ അവസാനിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ജില്ലയിൽ എത്തിയിട്ടുള്ള സഞ്ചാരികൾക്ക് മുന്നറിയിപ്പുകൾ കൃത്യമായി നൽകാൻ ടൂറിസം വകുപ്പിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പനി ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച 10 വയസ്സുകാരി മരിച്ചു. ഏലപ്പാറ പശുപ്പാറ പുളിങ്കട്ട സ്വദേശി അതുല്യ ജഗദീഷാണ് മരിച്ചത്. ഏലപ്പാറ പശുപ്പാറ പുളിങ്കട്ട ഈന്തുംകാല പുതുവൽ ജഗദീഷ് ഭവനിൽ ജഗദീഷ് ശാരദ ദമ്പതികളുടെ മകൾ അതുല്യ ജഗദീഷാണ് മരിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പനി ബാധിച്ചതിനെ തുടർന്ന് കുട്ടി പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയത്. എന്നാൽ വീണ്ടും പനി കൂടുതലായതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. അതുല്യയുടെ കുടുംബം കഴിഞ്ഞ 3 മാസക്കാലമായി പാമ്പനാറിലാണ് താമസിച്ചിരുന്നത്. സംഭവത്തിൽ പീരുമേട് പോലീസും അന്വേഷണം തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ ജില്ലാ കളക്ടറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയുമായ ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ക്രമീകരണങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ക്രമീകരണങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർദ്ദേശം നൽകി. പന്തൽ, വൈദ്യുതി, വെളിച്ചം, ആശയവിനിമയ സംവിധാനങ്ങൾ, കുടിവെള്ളം, പോലീസ് ക്രമീകരണങ്ങൾ, ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ, മീഡിയ സെന്റർ തുടങ്ങിയവ കുറ്റമറ്റ രീതിയിൽ ഒരുക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ യോഗം ചർച്ച ചെയ്തു. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ സബ് കളക്ടർമാരായ ഡോക്ടർ അരുൺ എസ് നായർ, VM ജയകൃഷ്ണൻ, DFO വരുൺ ഡാലിയ, തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ JO അരുൺ, വിവിധ വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും മൂന്നാറിലെ ജനവാസ മേഖലയിലെത്തി. മൂന്നാർ നല്ലതണ്ണി മേഖലയിലാണ് പടയപ്പയുള്ളത്. കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്തും പടയപ്പ ചുറ്റിത്തിരിയുന്നുണ്ട്. മൂന്നാർ നല്ലതണ്ണി മേഖലയിലാണ് പടയപ്പയുള്ളത്. കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്തും പടയപ്പ ചുറ്റിത്തിരിയുന്നുണ്ട്. നാളുകൾക്ക് മുമ്പും കാട്ടാന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്തെത്തിയിരുന്നു. മാലിന്യം ഭക്ഷിക്കുന്നത് കാട്ടാനയുടെ ജീവന് ഭീഷണിയാകുമെന്ന വാദം അന്നുയർന്നിരുന്നു. പിന്നീട് പടയപ്പ ഇവിടെ നിന്നും പിൻവാങ്ങിയിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും ഈ ഭാഗത്ത് പടയപ്പയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ പടയപ്പ പതിവായി തന്നെ ജനവാസ മേഖലകളിലും റോഡിലുമൊക്കെ ഇറങ്ങുന്ന സ്ഥിതിയുണ്ടായിരുന്നു.
തുടർന്ന് വനംവകുപ്പിന്റെ RRT സംഘം പടയപ്പിയെ കാട്ടിലേക്ക് തുരത്തുന്ന നടപടികൾ ആരംഭിക്കുകയും കാട്ടാനയെ കാടുകയറ്റുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് കുറ്റിയാർവാലി മേഖലയിലെത്തിയ കാട്ടുകൊമ്പൻ പ്രദേശത്തെ കൃഷിനാശം വരുത്തി. മഴക്കാലം ആരംഭിച്ച് വനത്തിൽ തീറ്റയുടെ ലഭ്യത വർദ്ധിക്കുന്നതോടെ ആന പൂർണ്ണമായി വനത്തിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ തൊഴിലാളി കുടുംബങ്ങൾ. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ നിന്നും രാജീവ് ഗാന്ധി സ്മൃതിയാത്ര പുറപ്പെട്ടു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ക്യാപ്റ്റനായുള്ള സ്മൃതിയാത്ര രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ചെന്നൈ ശ്രീപെരുമ്പത്തൂരിൽ മെയ് 21-ന് എത്തിച്ചേരും. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വർഷാവർഷം വണ്ടിപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് ചെന്നൈക്ക് സമീപം രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ശ്രീപെരുമ്പത്തൂരിലേക്ക് സ്മൃതിയാത്ര സംഘടിപ്പിച്ചു വരാറുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇത്തവണയും പരിപാടി സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാറിൽ നിന്നും ആരംഭിച്ച സ്മൃതിയാത്രയിൽ AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ജാഥ ക്യാപ്റ്റനാണ്. KPCC ജനറൽ സെക്രട്ടറി S അശോകൻ ദീപിക ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് EM അഗസ്തിക്ക് കൈമാറി. ആ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രഖ്യാപിച്ചുകൊണ്ട് KPCCയുടെ ആദരണീയ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഈ ജ്യോതി KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് അധ്യക്ഷനായിരുന്നു. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി PR അയ്യപ്പൻ, പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട്, കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, OBC ജില്ലാ ചെയർമാൻ സന്തോഷ് പണിക്കർ, M ഉദയസൂര്യൻ, ഷാജഹാൻ മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദിഖ്, മേഖലാ പ്രസിഡന്റ് M ഗണേശൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാൻ അരുവിപ്ലാക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് രാജീവ് ഗാന്ധി സ്മൃതിയാത്ര പുറപ്പെട്ടത്. വണ്ടിപ്പെരിയാറിൽ നിന്നും ആരംഭിച്ച യാത്ര കുമളി, കമ്പം, തേനി, ദിണ്ടുക്കൽ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മെയ് 21-ന് രാവിലെ 9:30-ന് ശ്രീപെരുമ്പത്തൂരിൽ എത്തിച്ചേരും. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നിന്നും ശ്രീപെരുമ്പത്തൂരിലേക്ക് രാജീവ് സ്മൃതിയാത്ര സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20-ാം തീയതി രാവിലെ 9 മണിക്ക് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 21-ാം തീയതി ശ്രീപെരുമ്പത്തൂരിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്യും. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ കരുത്ത് വിളിച്ചറിയിച്ച ശക്തമായ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധി. വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് ഒരിക്കലും സന്ധി ചെയ്യാതെ ഭാരതത്തിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം എന്നും ശ്രമിച്ചിരുന്നു. ഈ നിലപാട് മൂലമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത്. രാജീവ് ഗാന്ധിയെപ്പോലെ ഒരു ഭരണാധികാരിയുടെ അഭാവം ഇന്ന് ഭാരത ജനത തിരിച്ചറിയുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണെന്നും നേതാക്കൾ പറഞ്ഞു. 21-ാം തീയതിയാണ് വാർഷിക ദിനം. 20-ാം തീയതി രാവിലെ 9 മണിക്ക് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നിന്നും സ്മൃതിയാത്ര ആരംഭിക്കും. 21-ാം തീയതി രാവിലെ 9 മണിക്ക് ശ്രീപെരുമ്പത്തൂരിലെ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയാണ്. 20-ാം തീയതി രാവിലെ 9 മണിക്ക് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ DCCയുടെ മുൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോയ് തോമസ് സ്മൃതിയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. 21-ന് ശ്രീപെരുമ്പത്തൂരിൽ നടക്കുന്ന പുഷ്പാർച്ചന ചടങ്ങിൽ AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി XMLA പുഷ്പാർച്ചന ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. പോണ്ടിച്ചേരി തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരും ഭാരവാഹികളും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാജീവ് ഗാന്ധിയെ സംബന്ധിച്ച് ഈ രാജ്യത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വം. ഇന്ന് IT മേഖലയിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന വലിയ കുതിച്ചുകയറ്റത്തിന് തുടക്കം കുറിച്ചത് രാജീവ് ഗാന്ധിയുടെ ഭാവനാപൂർണമായ ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ. രാജീവിന്റെ ആ നല്ല ഓർമ്മകൾക്ക് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇന്ത്യയിൽ വലിയ പ്രാധാന്യമാണ്. മതത്തിന്റെ, ജാതിയുടെ, വർഗത്തിന്റെ പേരിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് ചേരിതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വിഭാഗ ജനങ്ങളെയും ഒരുപോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിതം നൽകിയ ആ സന്ദേശം ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ രാജ്യത്തെ ഏറെ പ്രസക്തിയും ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. രാജീവ് ഗാന്ധിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ശ്രീപെരുമ്പത്തൂരിലേക്ക് സ്മൃതിയാത്ര നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, ഷാജി വെള്ളമാക്കൽ, KD രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു.
ഇരട്ടയാർ അയ്യമ്മലപ്പടിയിൽ കട്ടക്കളത്തിൽ മിക്സിംഗ് മെഷീനിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ കൈകുടുങ്ങി. കട്ടപ്പന ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ഇയാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജോലി തുടങ്ങുന്നതിനായി മിക്സിംഗ് മെഷീനിൽ ഗ്രീസിടുമ്പോഴാണ് ആസാം സ്വദേശിയായ ഹാഷിബൂർ റഹ്മാന്റെ കൈ പൽചക്രങ്ങൾക്കിടയിൽ കുടുങ്ങിയത്. യന്ത്രം ഓണാക്കിയ ശേഷം ഗ്രീസിട്ടതാണ് അപകടത്തിന് കാരണം. ഇയാളുടെ വലത് കൈപ്പത്തി പൂർണ്ണമായും ചതഞ്ഞ നിലയിലാണെന്ന് കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞു. സംഭവിച്ച കുടത്തിന് പണിയാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയിട്ട് കുടത്തിന് ഗ്രീസ് ഇടാൻ വേണ്ടി സാധാരണ ഗ്രീസ് ഇടുന്നത് കൂടെ ഓഫാക്കിയിട്ടാണ്. പുള്ളിക്കറിയത്തില്ലാതെ ചെയ്തായിരിക്കും. ഓൺ ചെയ്തിട്ട് ഗ്രീസ് ഇട്ടപ്പം കൈ വരുന്ന പച്ചക്കറത്തിനകത്തോട് കയറിപ്പോയി. എന്നിട്ട് അടുത്ത് ഞാൻ നിന്നുകൊണ്ട് പെട്ടെന്ന് ഓഫ് ചെയ്തുകൊണ്ട് കൈപ്പത്തി മാത്രം അകത്ത് കയറിപ്പോയി. രക്ഷപ്പെടുത്തിയ ഫയർഫോഴ്സ് വന്നു. അവർ പറഞ്ഞ നാട്ടുകാരോട് കൂടിയാണ് എടുത്തത്. നാട്ടുകാർ എല്ലാം നോക്കിയിട്ട് നടന്നില്ല. നേരെ അങ്ങനെ വിളിച്ചു വെച്ച് അവരോട് കൂടിയാണ് എടുത്ത് ആശുപത്രി കൊണ്ടുവന്നത്. ഉടൻ തന്നെ മെഷീൻ ഓഫാക്കിയതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി. ഫയർഫോഴ്സും സമീപവാസികളും ചേർന്ന് 1 മണിക്കൂറോളം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് കൈ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. പരിക്കേറ്റ ഹാഷിബൂറിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന മഹേന്ദ്ര ഷോറൂമിന് മുമ്പിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ കിടപ്പു സമരം. വാഹനത്തിന് തുടർച്ചയായി ഉണ്ടാകുന്ന തകരാർ പരിഹരിക്കാൻ കമ്പനി അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. 2022 ജൂൺ 24-നാണ് ഷൈജു മഹേന്ദ്രയിൽ നിന്നും ആൽഫ പ്ലസ് BS6 എന്ന പെട്ടി ആപ്പെ വാങ്ങിയത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 4 തവണ ഗിയർ ബോക്സിന് തകരാർ സംഭവിച്ചു. 6 മാസത്തോളം വാഹനം കമ്പനിയുടെ സർവീസ് സെന്ററിലായിരുന്നു. മാസങ്ങളെടുത്ത് വാഹനം നന്നാക്കി നൽകിയാലും ഏതാനും നാളുകൾക്കുള്ളിൽ വീണ്ടും തകരാറിലാകും. വാഹനം വാങ്ങി 3000 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ ആദ്യം ഗിയർ ബോക്സ് തകരാറിലായി. തുടർന്ന് 7000 കിലോമീറ്റർ, 13000 കിലോമീറ്റർ, 21000 കിലോമീറ്റർ വീതം ഓടിയപ്പോഴും തകരാർ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം ഗിയർ ബോക്സ് പൊട്ടുകയും ചെയ്തതായി ഷൈജു പറയുന്നു. കഴിഞ്ഞ ജൂൺ 24-ാം തീയതി ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി 1 മാസം ഓടി 3000 കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോൾ ആദ്യ ഗിയർ ബോക്സ് പോയി. അത് കഴിഞ്ഞ് 7000 കിലോമീറ്റർ ആയപ്പോൾ രണ്ടാമത് ഗിയർ ബോക്സ് പോയി. 13000 കിലോമീറ്ററിന് മൂന്നാമത് പോയി. നാലാമത് 21000 കിലോമീറ്ററിന് ഇവിടുന്ന് പുല്ലുക്കുളങ്ങരയ്ക്ക് ഒരു ഓട്ടം പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് പോയിച്ചിട്ട് ഇവർ പറഞ്ഞ ഷോറൂമിൽ പത്തനംതിട്ട കയറ്റി അവിടുന്ന് പണിയിപ്പിച്ചിട്ട് ഇപ്പോൾ 27000 കിലോമീറ്റർ ആയപ്പോൾ വീണ്ടും ഗിയർ ബോക്സ് പൊട്ടിയിരിക്കുക. ഞാൻ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പണി തീർത്ത് തരുന്നത് കൊണ്ട് തന്നെ കാര്യം ഇരിക്കുന്നത് ഇതിൻ്റെ എൻജിൻ കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു ഗിയർ കപ്പാസിറ്റി ഇല്ലാത്തൊരു വണ്ടി മേടിച്ചിട്ട് ഉല്ലാസയാത്രയ്ക്കൊന്നും മേടിച്ചാൽ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് പെട്ടിയാപ്പം മേടിച്ചത്. അത് എൻ്റെ പിള്ളേർക്ക് ഉപജീവനം നടത്താൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിലായിപ്പോയാണ്. എൻ്റെ പിള്ളേർ 2 പേര് +2 കഴിഞ്ഞ് വെച്ചിട്ടിരിക്കുക. കൊച്ചിന് ഒരു ലോൺ എടുക്കാനായിട്ട് ചെന്നപ്പോൾ ഇതിൻ്റെ EMI കുടിശ്ശികയാണ്. 5-6 മാസത്തോളം ഇവരുടെ തന്നെ സർവീസ് സെൻ്ററുകളിലായിരുന്നു വണ്ടി. EMI കുടിശ്ശിക ആയതുകൊണ്ട് സിവിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് ഒരു ലോൺ പോലും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് പോയി. എൻ്റെ ജീവിതം താറുമാറായിരിക്കുകയാണ്. വീട്ടിൽ കിടന്ന ഉറക്കം വരികയില്ല. ഇനിയിപ്പോൾ ഇവിടെ കിടക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഗിയർ ബോക്സ് തകരാർ പരിഹരിച്ചു നൽകിയാലും താമസിയാതെ സെൻസർ തകരാറിലാകും. 2 വർഷം വാറണ്ടിയിലാണ് ഷൈജു വാഹനം വാങ്ങിയത്. തുടർച്ചയായി തകരാർ സംഭവിച്ചിട്ടും വാഹനം മാറി നൽകാൻ കമ്പനി അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ഷൈജുവിന്റെ പരാതി. നിർമ്മാണത്തിലെ അപാകതയാണ് വാഹനത്തിന് തകരാർ സംഭവിക്കാൻ കാരണമെന്നും ഷൈജു ആരോപിക്കുന്നു. പെട്ടി ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന വരുമാനമാണ് ഷൈജുവിന്റെ ഉപജീവന മാർഗം. കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി വാഹനം തകരാറിലാകുന്നതിനാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഷൈജു നേരിടുന്നത്. വാഹനം മാറി നൽകുകയും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുകയും ചെയ്യുന്നതുവരെ സമരം തുടരുമെന്നും ഷൈജു പറഞ്ഞു. ചേറ്റുവഴി കേന്ദ്രമായുള്ള ഹോർട്ടി റിസർച്ച് സെന്ററിന്റെ കർഷക ശ്രേഷ്ഠ അവാർഡ് വിതരണവും സെമിനാറും ഞായറാഴ്ച വൈറ്റ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 2-ന് നടക്കുന്ന പരിപാടി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചലച്ചിത്ര നടൻ മണിയൻ പിള്ള രാജു മുഖ്യ അതിഥിയാകും. ഫാദർ ജോർജ് മണ്ഡപത്തിൽ അധ്യക്ഷത വഹിക്കും. ഏലം കർഷകൻ, പച്ചക്കറി കർഷകൻ എന്നീ വിഭാഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും നൽകും. ഈ അവാർഡ് ആരംഭിക്കുന്നത് 14 വർഷം മുമ്പാണ്. അന്ന് ഹോർട്ടി റിസർച്ച് സെന്റർ അതിന്റെ ശൈശവ ദശയിലായിരുന്നു. കർഷകരെ സഹായിക്കാനായിട്ട് വളം കീടനാശിനിയൊക്കെ വില കുറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കർഷകരെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയാണ് ഈ അവാർഡ്. വലിയ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, ചെറുകിട കർഷകരെ 5 ഏക്കറിലെ താഴെ വസ്തുവുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവാർഡ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്ന നല്ല കർഷകർക്കും നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്നവരെയല്ല, 5 സെന്റ് താഴെ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ അവാർഡിനെ പരിഗണിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ചെറുകിട പച്ചക്കറി കൃഷി ചെയ്യുന്നവരും
ഏലകൃഷി ചെയ്യുന്നവരും അത് ശാസ്ത്രീയമായിട്ട് ചെയ്യാനായിട്ടും ഉൽപാദനം വർദ്ധിപ്പിക്കാനും കഴിയുന്നിടത്തോളം പ്രകൃതിക്ക് ഉപദ്രവം ചെയ്യാതെ അത് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 14 വർഷം ഇത് വിജയകരമായിട്ട് നടന്നു. അപ്പോൾ അവാർഡ് ഇങ്ങനെ 2 ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമല്ല, മിശ്ര കൃഷി നടത്തുന്നവരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, യുവ കർഷകരെ ബഹുമാനിക്കുന്നുണ്ട്, വളരെ സാഹസികമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, വനിതാ കർഷകരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. പിന്നെ കാർഷിക മേഖലയിലായിരുന്നിട്ട് ഇപ്പോൾ റിട്ടയർമെന്റ് ജീവിതമൊക്കെ നയിക്കുന്ന, കൃഷിയൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആളുകളെ പോലും നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് വെറുതെ ഒരു അവാർഡ് മാത്രമല്ല, മനുഷ്യന്റെ മാനസിക പ്രശ്നങ്ങളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അറിവ് പകരാനായിട്ടുള്ള കാര്യം, അതിനാണ് കാർഷിക സെമിനാർ അവാർഡ് ദാന ചടങ്ങിനോടൊത്ത് അത് വളരെ വലിയ വിദഗ്ധന്മാരെ വിളിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വർഷം തന്നെ നമ്മൾ പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട സയന്റിസ്റ്റാണ് ക്ലാസ് എടുക്കുന്നത്. അത് മനുഷ്യർക്ക് ഇന്നത്തെ ആനുകാലിക പ്രശ്നങ്ങൾ കർഷകർക്ക് എന്താണ് എന്നും അതിനെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്താനും അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാനുമായിട്ടുള്ള ഒരു ശ്രമമാണ്. സമ്മിശ്ര കർഷകൻ, യുവ കർഷകൻ, സാഹസിക കർഷകൻ, മികച്ച കൃഷി എന്നീ വിഭാഗങ്ങളിൽ ക്യാഷ് അവാർഡും ഉപഹാരവും സമ്മാനിക്കും. ഫാദർ മാത്യു വടക്കേമുറി മെമ്മോറിയൽ ചാരിറ്റി ഫണ്ടും വിതരണം ചെയ്യും. ഏലം കൃഷി ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗവും എന്ന വിഷയത്തിൽ പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ എം മുരുകൻ സെമിനാർ നയിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോർജ് മണ്ഡപത്തിൽ, അബ്ദുൾ ഗഫൂർ, ബേബിച്ചൻ ആക്കാട്ടുമുണ്ടയിൽ, രാജശേഖരൻ കാവനാൽ, സിബി വെള്ളമറ്റത്തിൽ, MC സലീം, സോമൻ പിള്ള എന്നിവർ പങ്കെടുത്തു. 5 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച എഴുകുമ്പയിൽ തൂവൽ 10 വളവ് റോഡ് കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ തകർന്നു തുടങ്ങി. BMBC നിലവാരത്തിൽ നിർമ്മിച്ച റോഡ് ഉദ്ഘാടനത്തിന് മുന്നേ തകർന്നത് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. പൂർണ്ണമായും മലഞ്ചെരുവിലൂടെ നിർമ്മിച്ച റോഡിന് ആവശ്യമായ കലുങ്കുകളോ കോൺക്രീറ്റ് ഓടകളോ നിർമ്മിക്കാത്തതാണ് റോഡ് തകരാൻ കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. അശാസ്ത്രീയമായ നിർമ്മാണം മൂലം പല കർഷകരുടെയും പുരയിടങ്ങളിലൂടെ മഴവെള്ളം കവിഞ്ഞൊഴുകുകയും കൃഷികൾ നശിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ദീർഘവീക്ഷണമില്ലായ്മയുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന ആരോപണവും ശക്തമാണ്. അശാസ്ത്രീയമായി റോഡ് നിർമ്മിച്ച ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് എഴുകുമ്പയിൽ നാട്ടുകൂട്ടം പ്രവർത്തകർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി ആവശ്യപ്പെട്ടു. മഴവെള്ളപ്പാച്ചിലിൽ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ട കർഷകർക്ക് അടിയന്തര സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്നും നാട്ടുകൂട്ടം പ്രവർത്തകർ ആവശ്യപ്പെട്ടു. 5 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച റോഡ് മലഞ്ചെരുവിലൂടെയുള്ള റോഡായതിനാൽ കഴിഞ്ഞ 2 ദിവസം ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൽ റോഡിന്റെ സൈഡ് പൂർണ്ണമായും തകർന്നു പോയിരിക്കുകയാണ്. പല കൃഷിഭൂമികളിലേക്കും മലവെള്ളം പാഞ്ഞൊഴുകി കൃഷിയിടങ്ങൾ പോലും നശിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഈ റോഡ് അടിയന്തരമായി നിലനിർത്തുവാൻ PWD അടിയന്തരമായി ഫണ്ട് അനുവദിച്ച് സൈഡിലൂടെയുള്ള ഓടകൾ, പൂർണ്ണമായും കോൺക്രീറ്റ് ഓടകൾ ചെയ്യുകയും കലുങ്കുകൾ നിർമ്മിക്കുകയും ചെയ്ത് മലവെള്ളം പോകാനുള്ള സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ ഈ റോഡ് പൂർണ്ണമായും തകരും. എഴുകുംവയൽ നാട്ടുകൂട്ടം കോർഡിനേറ്റർ ജോണി പുതിയപറമ്പിൽ, തോമസ് വെച്ചൂർ ചെരുവിൽ, പ്രിൻസ് ഒറ്റത്തെങ്ങിൽ, ബിജു പെരുമനങ്ങാട്ട്, ഷെബിൻ തേനമ്മാക്കൽ, സാബു മടിക്കാങ്കൽ, ഗിരീഷ് കാഞ്ഞുരക്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിലാണ് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചത്. വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുവാൻ കരാർ ചെയ്ത 600 മീറ്റർ ഭാഗം ടാറിംഗ് നടത്തിയില്ലെന്ന് പരാതി. ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. നിരന്തര പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റോഡിലെ പശുമല ജംഗ്ഷൻ മുതൽ വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം വരെയും ഇവിടെ നിന്ന് പശുമല ഗേറ്റ് വരെയുമുള്ള ഭാഗം ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കാൻ തീരുമാനമായത്. എന്നാൽ റോഡിലെ 600 മീറ്ററോളം ഭാഗം ടാർ ചെയ്യാത്തതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം. അടിയന്തരമായി ഇത്രയും ഭാഗം ടാറിംഗ് നടത്തണമെന്ന് പൊതുപ്രവർത്തകനായ TH അബ്ദുൾ സമദ് ആവശ്യപ്പെട്ടു. ഇതിപ്പോൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ശാപം കിട്ടിയ റോഡെന്നാണ് പൊതുവെ ആളുകളുടെ ജനസംസാരം. എന്താണെന്ന് ചോദിച്ചാൽ ഈ ബ്ലാമല റോഡ്, വണ്ടിപ്പെരിയാർ NH നിന്ന് ബ്ലാമല വരെയുള്ള 10-16 കിലോമീറ്റർ റോഡ് വളരെ മോശമായിട്ട് എപ്പോഴും കിടക്കുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്തിൻ്റെ തൊട്ടടുത്ത് വളരെ ചിരപുരാതനമായ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം എന്ന് പറയുന്നത് NH നിന്ന് 1.5 കിലോമീറ്റർ മാറി 1.25 കിലോമീറ്റർ 2 കിലോമീറ്ററിനടുത്ത് വരുന്ന ഒരു ക്ഷേത്രമാണ്. അതുവരെയുള്ള യാത്ര പോലും ഒന്ന് സഞ്ചാരയോഗ്യമാക്കാൻ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ കൊണ്ടോ MLA MPമാരെ കൊണ്ടോ സാധിക്കില്ല. നമുക്കറിയാം ഇതിൻ്റെ ഒരു നിയമപ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ MP പണിതെന്ന നിലയ്ക്ക് MPക്ക് പണിയാൻ സാധിക്കത്തില്ല എന്ന് പറയുമ്പോഴും
ത്രിതല പഞ്ചായത്ത് ദേ പണിയുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ നടന്നൊരു സംഭവം ആളുകൾക്ക് പ്രതികരിക്കാനൊക്കില്ല. പ്രതികരിച്ച് കഴിഞ്ഞാൽ വേറെ ചില സംഭവങ്ങൾ നടക്കുന്നതുകൊണ്ട് ആരും പ്രതികരിക്കാറില്ല. ആദ്യത്തെ ഒരു 600 മീറ്റർ ജില്ലാ പഞ്ചായത്ത് SP രാജേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഫണ്ട് ഉപയോഗിച്ച് പണിതിട്ടുണ്ട്. അതിനുശേഷം കുറേ ഭാഗം പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അമ്പലത്തിനപ്പുറത്തോട്ട് MLA ഫണ്ട് ഉപയോഗിച്ച് പണിതിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കാണുന്ന ഇത്രയും ഭാഗം മനുഷ്യന് നടക്കാൻ പോലും മേലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. 2 മാസങ്ങൾക്ക് മുൻപാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്താതിരുന്ന വണ്ടിപ്പെരിയാർ SN സ്കൂൾ മുതൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം വരെയുള്ള ഭാഗത്തെ കോൺക്രീറ്റിംഗും ടാറിങ്ങും നടത്തുവാൻ 20 ലക്ഷം രൂപ അനുവദിച്ചത്. പാറമട ഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഭാഗം മാത്രമാണ് കരാറുകാരൻ കോൺക്രീറ്റ് ചെയ്തത്. വിഷയത്തിൽ ഇടപെട്ട വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മാണ പ്രവർത്തികൾ എത്രയും വേഗം തീർക്കുന്നതിന് കരാറുകാരന് നോട്ടീസ് നൽകാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഉപ്പുതറ 10 ഏക്കർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. റോഡിലെ ടാറിംഗ് ഇളകി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ വാഹനങ്ങൾ ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഉപ്പുതറ അക്കുപാലം മുതൽ 10 ഏക്കർ കോളനി വരെയുള്ള റോഡ് തകർന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. ഇതോടെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. റോഡിലെ ടാറിംഗ് മുഴുവനും ഇളകി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുന്നത് ഏറെ പ്രയാസപ്പെട്ടാണ്. അക്കുപാലം മുതൽ 10 ഏക്കർ കോളനി വരെയുള്ള റോഡ് SC ഫണ്ട് ഉപയോഗിച്ച് ഇതിനു മുമ്പേ നിർമ്മിച്ചിട്ടുള്ളതും അതിനുശേഷം പല പഞ്ചായത്തുകൾ വന്നെങ്കിലും ഇതിൻ്റെ മെയിൻ്റെനൻസ് ഒന്നും നടത്താതെ ഈ റോഡ് ഗതാഗത യോഗ്യമല്ലാത്ത വിധത്തിലായിരിക്കുകയാണ്. ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ 2 വീലർ കൊണ്ട് നടക്കുന്ന പലരും ഇവിടെ മറിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഓട്ടോറിക്ഷ മുതലായ വാഹനങ്ങൾ ഇവിടെ രോഗികളെ മറ്റും കൊണ്ടുപോകാനായിട്ട് വരാൻ വിസമ്മതിക്കുന്നതിൻ്റെ പ്രധാന കാരണം 100 രൂപ ഓട്ടോ കൂലി കിട്ടുന്ന ഈ സ്ഥലത്ത് ഇതിലെ വന്നാൽ ഓട്ടോയ്ക്ക് മെയിൻ്റെനൻസിന് 200-300 രൂപ ചിലവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ പഞ്ചായത്തിലും ഇതിന് 20 ലക്ഷം രൂപയോളം അനുവദിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ SC ഓഫീസറിൻ്റെ കട്ടപ്പന SC ഓഫീസറിൻ്റെ നിർബന്ധ ബുദ്ധി കാരണം ഈ ഫീസിബിലിറ്റി കിട്ടാതെ വരികയും ഈ റോഡ് നിർമ്മാണം തടസ്സപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ടാക്സി വാഹനങ്ങൾ ഇതുവഴി വരാൻ വിസമ്മതിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. എന്നാൽ ഈ സാമ്പത്തിക വർഷം 14 ലക്ഷം രൂപ റോഡിന്റെ നവീകരണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ജോസഫ് പറഞ്ഞു. അത് കഴിഞ്ഞ വർഷം നമ്മുടെ ഗ്രാമസഭയിൽ വന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആശാന്റിനി നമ്മുടെ ഗ്രാമസഭയിൽ വന്ന് പ്രഖ്യാപിച്ചാണ് 20 ലക്ഷം രൂപ നമ്മുടെ 10 ഏക്കർ റോഡിന് അനുവദിച്ചിട്ടുണ്ടെന്ന്. അതും 6 ലക്ഷം രൂപ കുടിവെള്ളത്തിനും പഞ്ചായത്ത് കിണറിന് കുളത്തിനും അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. എന്നാൽ കുളത്തിന് അതുകൊണ്ട് തികയത്തില്ല എന്നറിയിച്ചായിരുന്നു. പിന്നെ അപ്പോൾ 20 ലക്ഷം രൂപ ഉണ്ടെന്നായിരുന്നു നമ്മുടെ ധാരണ. അതിൽ എനിക്ക് 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നാണ് കഴിഞ്ഞ വർഷം. ആ 10 ലക്ഷം രൂപയും 9 ഏക്കർ മിച്ചഭൂമി റോഡിന് തന്നെ അനുവദിച്ചു. ഇത് 20 ലക്ഷം ഇവിടെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അത് സാങ്കേതിക കാരണങ്ങൾ അത് നടന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ 14 ലക്ഷം രൂപ മിച്ചഭൂമി റോഡിനല്ല, നമ്മുടെ പിന്നെ 10 ഏക്കർ വലിയച്ചിപ്പടി റോഡിന് അനുവദിച്ചിട്ടുണ്ട്. കോളനി എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ 10 ഏക്കർ ഗ്രൗണ്ടിൻ്റെ മുന്നോട്ടേ ഉള്ളൂ SC കോളനി. ഈ 20 ലക്ഷം രൂപ അവർ പറയുന്നത് അതിന് മുന്നോട്ട് വരാം, പക്ഷേ ഇപ്പത്തോട് വരാൻ അനുവദിക്കാൻ പറ്റത്തില്ലെന്നാണ് SC ഓഫീസർ പറയുന്നത്. SC ഓഫീസറുടെ കുഴപ്പമെന്നാണ് നമുക്കത് ചെയ്യാൻ പറ്റാതെ വന്നത്. അല്ലായിരുന്നെങ്കിൽ നമുക്കിത് കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ മാർച്ചിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കാമായിരുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും വേഗം പരിഹരിച്ച് ഗതാഗതം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കനത്ത വേനലിൽ കരിഞ്ഞുപോയ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിദേഹണ്ഡങ്ങൾ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചില്ലെന്ന് പരാതി. കർഷകർ ആവശ്യമായ അപേക്ഷകൾ നൽകിയിട്ടും സ്ഥലങ്ങൾ സന്ദർശിച്ച് നടപടി സ്വീകരിക്കാൻ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. കടുത്ത വേനലിൽ അയ്യപ്പൻകോവിൽ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലം കൃഷി ഉൾപ്പെടെ നശിച്ചു. വിവരം കൃഷിഭവൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും സ്ഥലം സന്ദർശിക്കാൻ ഇവർ തയ്യാറാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. കർഷകരെ ഒന്നിച്ചുകൂട്ടി തങ്ങളുടെ പ്രശ്നങ്ങൾ മന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്ന് കർഷകർ പറയുന്നു. ഏലകൃഷി 90-80-90% ഇടത്തര കൃഷിക്കാരെ നശിച്ചു എന്നൊരവസ്ഥയാണ്. അതുപോലെ തന്നെ കുരുമുളക്, വാഴ, മറ്റ് നാണ്യവിളകൾക്ക് എല്ലാം ഈ ഉണക്ക് ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ അയ്യപ്പൻകോവിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുകയും നമ്മുടെ കൃഷി സർക്കാരിൽ നിന്ന് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ അവർക്ക് കിട്ടാത്തതിനാൽ അവരിപ്പോൾ അന്വേഷണങ്ങളൊന്നും നടത്തുന്നില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. എങ്കിലും ഒരു കർഷകൻ്റെ ആവശ്യം പരിഗണിച്ച് അവർ അതിൻ്റെ കൃഷിഭൂമിയും പരിസരമുള്ള കൃഷിക്കാരുടെ എല്ലാം കൃഷിഭൂമി സന്ദർശിച്ച് വിളനാശം സംബന്ധിച്ച് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അടിയന്തരമായിട്ട് കൃഷി ഓഫീസർമാർക്ക് നിർദ്ദേശം കൊടുത്ത് ഈ കാർഷിക മേഖലയിൽ നഷ്ടം വന്ന കർഷകരുടെ ഭൂമി സന്ദർശിക്കുവാനും
അവർക്ക് അടിയന്തര സഹായം എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും ഒരു റിപ്പോർട്ട് അടിയന്തരമായി മേടിച്ച് ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ അവർക്ക് പുനരുദ്ധാരണ കൃഷി നടത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇടുക്കിയെ വരൾച്ചാബാധിത മേഖലയായി പ്രഖ്യാപിച്ച് ആവശ്യമായ സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി അനുവദിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇത്തരത്തിൽ ദുരന്തബാധിത മേഖലയായി പ്രഖ്യാപിച്ചാൽ മാത്രമേ എന്തെങ്കിലും സഹായങ്ങൾ നൽകാൻ സാധിക്കൂ എന്നാണ് അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കട്ടപ്പന ഫൊറോന SMYMന്റെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മഴക്കാലത്ത് നിരവധി സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുവാൻ സാധ്യത ഏറെയാണ്. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് കട്ടപ്പന നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിലൂടെ നാം രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കട്ടപ്പനയിൽ തന്നെയാണെങ്കിൽ 10ഓളം ഡെങ്കിപ്പനികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെമ്പാടും ഡെങ്കിപ്പനികളും എലിപ്പനിയും മഞ്ഞപ്പിത്തവും ചിക്കൻ പോക്സും അതുപോലുള്ള നിരവധിയായ രോഗങ്ങൾ ഈ മഴക്കാലത്തോടനുബന്ധിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നതിലൂടെ നമ്മുടെ പരിസര മലിനമായി കിടക്കുന്നതിലൂടെ അത് വേണ്ടത്ര ശുചീകരണ പ്രവർത്തനം നമ്മൾ നടത്താത്തതിൻ്റെ രൂപത്തിൽ ധാരാളമായി കിടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെ. ഇന്ന് ഞാൻ SMYMന്റെ പ്രവർത്തകരെ ഞാൻ ആത്മാർത്ഥമായി നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കുക. അവര് ഇന്ന് ഈ കട്ടപ്പന ഫൊറോനയുടെ കീഴിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തി ഈ കട്ടപ്പന നഗരത്തെ മോടിയാക്കാൻ, വൃത്തിയാക്കാൻ അവര് സമനസ്സ കടന്നു വന്ന അവരുടെ മനസ്സിനെയും അതിന് നേതൃത്വം കൊടുത്ത അലനടക്കമുള്ള രൂപത ഡയറക്ടർ ഫൊറോന ഡയറക്ടർ ജോബി അച്ഛൻ അടക്കമുള്ളവരെ പ്രത്യേകമായി നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. കട്ടപ്പന പള്ളിക്കവല, അമ്പലക്കവല, ഓസാനം സ്കൂൾ, ഇടുക്കിക്കവല ബൈപ്പാസ് റോഡ്, കോടതി റോഡ് തുടങ്ങിയ സ്ഥലത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് SMYM പ്രവർത്തകർ വാർഡ് കൗൺസിലർ സോണിയ JBയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തത്. SMYM ഫെറോന ഡയറക്ടർ ഫാദർ നൂബി വെള്ളാപ്പള്ളിൽ അധ്യക്ഷനായിരുന്നു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായിൽ, SMYM ഫെറോന പ്രസിഡന്റ് അലൻ S പുലിക്കുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. മാലിന്യമുക്ത നവകേരളം എന്ന മുദ്രാവാക്യത്തോടെ സംഘടിപ്പിച്ച മെഗാ ക്ലീനിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. മഴക്കാല രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിനൊപ്പം കാലവർഷത്തിന് മുമ്പേ പരിസരങ്ങൾ ശുചിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മാലിന്യമുക്ത നവകേരളം എന്ന പേരിലാണ് കാഞ്ചാറിൽ ശുചീകരണ പ്രവർത്തനം നടന്നത്. ശുചീകരണത്തിന്റെ ആദ്യഘട്ടം എന്നോണം പഞ്ചായത്തിന്റെ പരിസരങ്ങളാണ് വൃത്തിയാക്കിയത്. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു. സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ പ്രവർത്തകർ, അതുപോലെ തന്നെ വായനശാലകൾ, പൊതുപ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൻ്റെ 16 വാർഡുകളിലും 18-19 ദിവസങ്ങളിലായി മെഗാ ക്ലീനിങ് മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടികൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസും പരിസരവും ജീവനക്കാരും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളും പരിസരങ്ങളിലെ കാട് വെട്ടി വൃത്തിയാക്കുന്നതിനൊപ്പം അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിച്ച് സംസ്കരിച്ചു. ശുചീകരണ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജി കെ തോമസ്, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ബിജിമോൾ വർഗീസ്, നോഡൽ ഓഫീസർ അനിജ ആർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റോയി എവറസ്റ്റ്, സന്ധ്യ ജയൻ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചാർ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അടഞ്ഞുകിടക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ഒപ്പം മേഖലയിലെത്തുന്ന ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ 2 സെക്യൂരിറ്റികളെയും ഏർപ്പെടുത്തും. കാഞ്ചിയാർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയിലാണ് നാളുകളായി ടോയ്ലറ്റ് കോംപ്ലക്സ് അടഞ്ഞുകിടക്കുന്നത്. ഇതോടെ ഇവിടെ എത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ടെൻഡർ ക്ഷണിച്ചെങ്കിലും പുതിയ ആളുകൾ ഏറ്റെടുക്കാതിരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. വീണ്ടും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടെന്നും പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്ന മുറയ്ക്ക് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. ഉടൻ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ജൂൺ 4 വരെ പെരുമാറ്റച്ചട്ട ലംഘനം നടക്കുന്നതുകൊണ്ട് അവിടെ മറ്റ് പരിപാടികളൊന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്കിലും ജൂൺ 4-നോടനുബന്ധിച്ച് 4-5 തീയതി തന്നെ അവിടെ തുറന്നു പ്രവർത്തിക്കുന്ന നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ വരുന്ന സഞ്ചാരികൾക്ക് സുഗമമായി മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടി 2 സെക്യൂരിറ്റികളെയും നമ്മുടെ അഞ്ചുരുളിയിൽ നിന്ന്
നിയമിച്ചിട്ടുണ്ട്. നിയമിച്ചിട്ടില്ലെങ്കിൽ അവർ ഇൻ്റർവ്യൂ എടുത്ത് നമ്മൾ അവർക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതും ജൂൺ 4-ന് ശേഷം പെരുമാറ്റച്ചട്ട ലംഘനം ആകുന്നതിന് കൊണ്ടാണ് ഇത്തരം നടപടികളിലേക്ക് പഞ്ചായത്ത് കിടക്കാത്തതെങ്കിൽ ജൂൺ 4-ന് ശേഷം അവിടെയുള്ള പാർക്കിങ്ങിനും മറ്റ് സൗകര്യങ്ങളെല്ലാം അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിന് പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ്. അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെ അഞ്ചുരുളി ടൂറിസ്റ്റ് കേന്ദ്രം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലുള്ള നടപടികളാണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ ദിനംപ്രതി എത്തുന്ന അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകുവാനായി 2 സെക്യൂരിറ്റികളെയും ഏർപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. നിലവിൽ നിരവധിയായ സഞ്ചാരികളാണ് അഞ്ചുരുളിയിലേക്ക് എത്തുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുങ്ങുന്നതോടെ മേഖലയ്ക്ക് പുത്തൻ ഉണർവാകുമുണ്ടാവുക. കാഞ്ചിയാർ 4-ാം വാർഡ് ബാലസംരക്ഷണ സമിതിയുടെയും ലബക്കട പഴ്സ്യൂ അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പുളിയന്മല നവദർശന ഗ്രാം സീനിയർ കൗൺസിലർ ഡെന്നീസ് ആന്റണി ക്ലാസുകൾ നയിച്ചു. കുട്ടികളുടെ മാനസിക വികാസത്തെയും സ്വഭാവത്തെയും സ്വാധീനിക്കുന്ന ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്നും അവരെ ശരിയായ പാതയിൽ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഴ്സ്യൂ അക്കാദമിയുടെ നേതൃത്വത്തിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ പൂർത്തീകരണത്തോടനുബന്ധിച്ചാണ് അക്കാദമിയുടെയും 4-ാം വാർഡ് ബാലസംരക്ഷണ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി നടന്നത്. കുട്ടികളിൽ കണ്ടുവരുന്ന ഉത്കണ്ഠ, ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിനുള്ള ശ്രമം, ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ സോഷ്യൽ മീഡിയകളുടെ അമിതമായ സ്വാധീനവും വിവിധ സമ്മർദ്ദങ്ങളും ലഹരി വസ്തുക്കളുടെ കടന്നുവരവും കുട്ടികൾ നേരിടുന്നുണ്ട്. അവയെ പ്രതിരോധിക്കാൻ ഇവരെ പ്രാപ്തരാക്കുക എന്നതിനൊപ്പം മാതാപിതാക്കളുടെ ഇടപെടലും എങ്ങനെയായിരിക്കണമെന്ന് വിശദീകരിച്ചാണ് ബോധവൽക്കരണ ക്ലാസ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പുളിയന്മല നവദർശന ഗ്രാം സീനിയർ കൗൺസിലർ ഡെന്നീസ് ആന്റണി ക്ലാസുകൾ നയിച്ചു. നമ്മൾ പലർക്കും അറിയില്ലാത്ത ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ലഹരിയുടെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം അതൊരു രോഗമായി മാറുന്നു എന്നുള്ളത്. ബോധവൽക്കരണ പരിപാടിയോടനുബന്ധിച്ച് പഴ്സ്യൂ അക്കാദമി സമ്മർ ക്യാമ്പ് വിജയകരമായി പൂർത്തീകരിച്ച കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി. പരിപാടിയിൽ അക്കാദമി അധികൃതരായ മാർട്ടിൻ പൗലോസ്, ജിൻസ് മാത്യു, ഡിറ്റു ഷിജോ, മറ്റധ്യാപകർ എന്നിവർ പങ്കെടുത്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ കിസാൻ മിത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഇരട്ടയാർ ഇടിഞ്ഞുമലയിൽ വെച്ച് നടന്ന അനുമോദന യോഗം സംഘം പ്രസിഡന്റ് രാജേഷ് കീഴേവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഇരട്ടയാർ ഇടിഞ്ഞമല കിസാൻ മിത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സംഘാംഗങ്ങളുടെ കുട്ടികളെയാണ് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി അനുമോദിച്ചത്. സംഘം പ്രസിഡന്റ് രാജേഷ് കീഴേവീട്ടിൽ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇവരെ അടുത്ത വിദ്യാഭ്യാസ സ്റ്റാൻഡിലേക്ക് കടത്തുക. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾ +2ലേക്കും +2 കഴിഞ്ഞ ഒരാൾ ഡിഗ്രി മേഖലയിലേക്കും കടക്കുമ്പോൾ കർഷകരെ സംബന്ധിച്ച് ഒരു ശകലം പ്രതിസന്ധിയിലൂടെ മാത്രമേ ഇവരെ കടത്തിക്കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. പറമ്പിൽ ആദായമില്ല. കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇവരെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരെ തൽക്കാലത്തേക്ക് മുന്നോട്ട്, ഇന്നിപ്പോൾ ഈ വർഷം ഏലം നട്ടാൽ പോലും 3 വർഷം കഴിയാതെ അതിൽ നിന്ന് ആദായമില്ല. അതിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ചെറിയ സംഘടനകൾക്ക് ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തു വെക്കാനില്ല എങ്കിലും നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന കുഞ്ഞു കൈത്താങ്ങ് എന്ന രീതിയിലാണ് ഇങ്ങനൊരു പദ്ധതി തയ്യാറാക്കിയതും. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അദ്വൈത് സതീഷ്, അഡോൺ ബിച്ചു, അക്ഷയ് PS, +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ നിർമ്മൽ മേരി ജോർജ്, അക്ഷിത സുരേഷ്, ആര്യ മധു എന്നിവരെയാണ് അനുമോദിച്ചത്. ജിൻസ് കൊച്ചുപറമ്പിൽ അധ്യക്ഷനായിരുന്നു. സംഘം സെക്രട്ടറി ജോർജ് ഇലവങ്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോർജ് ശവരിയാംകുഴി, ജോബിൻ പ്ലാത്തോട്ടം, രാജീവ് TS എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസറായി പ്രൊമോഷൻ ലഭിച്ച ലിസി ജേക്കബിനെ ഉപ്പുതറ 10 ഏക്കർ അംഗൻവാടിയിൽ വെച്ച് അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. 22 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ICDS സൂപ്പർവൈസറായി പ്രൊമോഷൻ ലഭിച്ച ലിസി ജേക്കബിനെയാണ് അനുമോദിച്ചത്. അങ്കണവാടി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഈ കുഞ്ഞുങ്ങളെ ഇവിടെ വിടുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ തന്നെ ഈ കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ ടീച്ചറുണ്ട്. ടീച്ചർ നമുക്കിപ്പോൾ പുതിയത് വന്നേക്കുന്നു എങ്കിലും ഈ ടീച്ചർ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സ്ഥിരമായിട്ടുള്ള ടീച്ചർ വരും നമുക്ക്. അപ്പോൾ ആ ടീച്ചർ വരുമ്പോൾ ആ ടീച്ചറോടൊപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ലിസി ടീച്ചറോട് സഹകരിച്ച പോലെ തന്നെ സഹകരിക്കണം. എല്ലാവരുടെയും സഹകരണം വേണം.
പരിപാടിയിൽ വെച്ച് സിനി ജോസഫിനെ പൊന്നാട അണിയിക്കുകയും മൊമന്റോ നൽകുകയും ചെയ്തു. അങ്കണവാടി കമ്മിറ്റി അംഗം ലീന രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ICDS സൂപ്പർവൈസർ റോസ്മേരി, ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം ഇന്ദിരാ ചന്ദ്രമോഹൻ ദാസ്, റിട്ടയേർഡ് SP രാജരത്നം, കമ്മിറ്റി അംഗങ്ങളായ ജോയ് പാലത്തിങ്കൽ, ബൈജു AT, അങ്കണവാടി വർക്കർ അഞ്ജു VA, ഹെൽപ്പർ ജ്യോതി മഹേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാർഷിക മേഖലയിൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങളുമായി ഇടുക്കിയിലെ ഒരു പൊതുപ്രവർത്തകൻ. ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം രാജമുടി സ്വദേശി വടക്കേൽ നോബിൾ ജോസഫാണ് പയ്യാനി, മലവേപ്പ് എന്നിവയിലൂടെ കുരുമുളക് കൃഷി പുനരുദ്ധാരണത്തിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നത്. ഹൈറേഞ്ചിലെ പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ച നോബിൾ ജോസഫിന് കൃഷിയെ സംബന്ധിച്ച് ഏറെ അറിവും പ്രായോഗിക പരിചയവുമുണ്ട്. തന്റെ കൃഷിയിടത്തിലെ കുരുമുളക് ചെടികൾക്ക് താങ്ങുകാലായി ഉപയോഗിച്ചിരിക്കുന്ന മുരിക്കുകളും ചീമക്കൊന്നയും വ്യാപകമായി നശിച്ചതോടെയാണ് നോബിൾ ജോസഫ് പുതിയ മാർഗങ്ങൾ തേടി തുടങ്ങിയത്. തുടർന്ന് ചില കർഷക സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് പയ്യാനിയും മലവേമ്പും താങ്ങുകാലായി നട്ടു തുടങ്ങി. 1.5 വർഷം കൊണ്ട് തന്നെ നല്ല വളർച്ചയെത്തിയ ഈ മരത്തൈകളിലേക്ക് കുരുമുളക് ചെടികൾ പകർത്തി. ഇപ്പോൾ ഏറെ ശക്തിയോടെ ചെടികൾ ഈ മരത്തിലേക്ക് കയറി തുടങ്ങി. മറ്റു മരങ്ങളെ അപേക്ഷിച്ച് കുരുമുളക് വള്ളികൾ പിടിച്ചു കയറാൻ ഏറെ അനുയോജ്യമാണ് മലവേമ്പും പയ്യാനിയുമെന്ന് നോബിൾ ജോസഫ് പറയുന്നു. പയ്യാനിയെ കുറിച്ച് നേരത്തെ എനിക്കറിയാം, പക്ഷെ അതിൻ്റെ തൈ കിട്ടുന്നതിനെ കുറിച്ചറിയാം. അവിടെ പുള്ളി നഴ്സറി ചെയ്ത് പുള്ളി ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് കൂടെ തന്നു കഴിഞ്ഞപ്പോൾ ഇത് ലാഭകരമാണെന്ന് എനിക്ക് കൊടിക്കൃഷിക്കാരെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമാണെന്നുള്ളത് മനസ്സിലാക്കി. ഇതിൻ്റെ വളർച്ച നമ്മൾ കൊണ്ടുവന്ന് 1 വർഷം കൊണ്ട് തന്നെ ഇതൊരു 12 അടി ആവറേജ് 8 to 12 അടി ഉയരത്തിലേക്ക് വരുന്നുണ്ട്, ഒരു വളവും കൊടുക്കാതെ തന്നെ. അത് തന്നെ ഇതിപ്പോൾ ചാരി നിന്നാലും ഇതൊന്നും കുലിക്കാലൊന്നും പോവില്ല. പിന്നെ ഇതിനെ ഒരു 20 അടി ചെല്ലുമ്പോൾ ഇവനെ മുറിച്ച് മാറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തടി കുറച്ചുകൂടെ വണ്ണം വെക്കും. അത് കൊടി നന്നായി സ്ട്രോങ് ആയി വളരാനും അത് ഉപകരിക്കപ്പെടുന്നുണ്ട്. കൃഷിക്കാരെ സംബന്ധിച്ച് ഇത് കൃഷിഭവൻ ഇതിനെക്കുറിച്ച് സ്റ്റഡിയൊക്കെ നടത്തി കൃഷിക്കാർക്ക്, കുരുമുളക് കൃഷിക്കാരെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും നേട്ടകരമായ ഒരു കൃഷി. ഇത്തവണത്തെ കൊടും വേനലിൽ പോലും ഒട്ടും തന്നെ ഇല പൊഴിയാത്ത മലവേമ്പും പയ്യാനിയും പുരയിടത്തിനും കുരുമുളക് ചെടികൾക്കും തണലും സംരക്ഷണവും നൽകുന്നുണ്ട്. മുരിക്കുൾപ്പെടെയുള്ള മറ്റു താങ്ങുകാലുകൾക്ക് ഓരോ വർഷവും 2 or 3 തവണ കീടനാശിനികൾ തളിക്കേണ്ടി വരുമ്പോൾ ഈ പുതിയ വൃക്ഷങ്ങൾക്ക് പ്രത്യേക പരിചരണം ആവശ്യമില്ലെന്നത് വലിയ നേട്ടമായും നോബിൾ ജോസഫ് പറയുന്നു. ഒരുപാടും ചിലവൊന്നുമില്ല. എൻ്റെ തൈ നമ്മൾ 25 രൂപ വിലയ്ക്കാണ് നമുക്ക് കിട്ടിയത്. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരെണ്ണം പോലും പോവുകയില്ല. ഇത് നല്ല വളർച്ച. ഇത് ആദ്യമേ ഒരു മാസം ഒന്ന് പമ്പി നിന്ന് കഴിഞ്ഞാൽ പമ്പ് ചടേന്ന് വളർന്നു കയറും. പിറ്റേ വർഷം വേണം നമ്മളിതിനകത്ത് കൊടിയിടാൻ. ഇതൊക്കെ ഞാനൊരു 7 അടി 8 അടി അകലത്തിലൊക്കെ അവിടെ ചെയ്യും. പക്ഷേ ഒരു 10 അടി അകലത്തിൽ വേണം ഇത് ചെയ്യാൻ. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെയൊക്കെ വളർച്ച കണ്ടോ. ഇതിപ്പോൾ കൃത്യമായി ഇത് ചെയ്തിരിക്കുന്ന 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇതാണ് കൃഷിക്കാരെ സംബന്ധിച്ച് താങ്ങുകാലായിട്ട് ഏറ്റവും നല്ലത്. കുരുമുളക് കൃഷിക്ക് പയ്യാനി തന്നെയാണ് എന്നുള്ളതാണ്. 1200ഓളം തൈകളാണ് ഈ കർഷകൻ തന്റെ പുരയിടത്തിൽ വച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. നാട്ടുകാരും പുറത്തുള്ളവരുമായ നിരവധി ആളുകളാണ് നോബിളിന്റെ പുതിയ കൃഷിരീതികൾ പഠിക്കാനായി ദിവസവും രാജമുടിയിലേക്ക് എത്തുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. RNS സ്പൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 203, വിൽപ്പനയ്ക്ക് വന്നത് 56,095, വിൽപ്പന നടന്നത് 53,695. കൂടിയ വില 2,501, ശരാശരി വില 2,000. കട്ടപ്പന കമ്പോളം.
കുരുമുളക് കിലോഗ്രാമിന് 585 രൂപ, ഏലം കൂടിയ വില 2000, ഏലം ശരാശരി വില 1800. കാപ്പിപ്പരിപ്പ് 320, ഗ്രാമ്പു 950, കൊക്കോ 175, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6840 രൂപ, വെള്ളി 93. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതോടെ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഇടുക്കി ഉൾപ്പെടെ 3 ജില്ലകളിൽ റെഡ് അലർട്ട്. പ്രവചിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത. പനി ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച 10 വയസ്സുകാരി മരിച്ചു. മരിച്ചത് ഏലപ്പാറ പശുപ്പാറ പുളിങ്കട്ട സ്വദേശി അതുല്യ ജഗദീഷ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ ജില്ലാ കളക്ടറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയുമായ ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ക്രമീകരണങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കളക്ടറുടെ നിർദ്ദേശം. കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും മൂന്നാറിലെ ജനവാസ മേഖലയിൽ. പടയപ്പയുള്ളത് മൂന്നാർ നല്ലതണ്ണി മേഖലയിൽ. കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്തും പടയപ്പ ചുറ്റിത്തിരിയുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.